നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. കേരളത്തിലെ തന്നെ പ്രശസ്തമായ ആയുർവേദ നേത്ര ചികിത്സാലയങ്ങളിൽ ഒന്നാണ് തിരുവല്ലയിൽ സ്ഥിതി ചെയ്യുന്ന സുദർശനം ആയുർവേദ നേത്ര ചികിത്സാലയം. അതിൻ്റെ ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ ബി.ജി. ഗോകുലിൻ്റെ കൈപുണ്യം തൊട്ടറിഞ്ഞത് അനേകായിരം രോഗികളാണ്. പ്രതിദിനം നിരവധി രോഗികളാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഇവിടെ എത്തുകയും സൗഖ്യം പ്രാപിച്ച് മടങ്ങുകയും ചെയ്യുന്നത്. പക്ഷെ സുദർശനത്തിൻ്റെ ആ വലിയ ചരിത്രം പലർക്കും അറിയില്ല. തിരുവല്ലയുടെ അഭിമാനമായി മാറിയ സുദർശനം ആയുർവേദ നേത്ര ചികിത്സാലയത്തെ പറ്റി ചിലത് പറഞ്ഞുകൊള്ളട്ടെ. തിരുവല്ലക്കാർക്ക് സുപരിചിതമാണ് സുദർശനം നേത്ര ചികിത്സാലയം. സുദർശനം കേവലം ഒരു സ്വകാര്യ സംരംഭമല്ല, മറിച്ച് ഒരുപിടി ആയുർവേദ സ്നേഹികളുടെയും ശാസ്ത്രജ്ഞരുടെയും ജീവകാരുണ്യ പ്രവർത്തകരുടെയും കൂട്ടായ ചിന്തയിൽ 1980കളുടെ മധ്യത്തിൽ ഉരുത്തിരിഞ്ഞ ഒരാശയത്തിന്റെ ഒരു ഭാഗമാണ്. 8 അംഗങ്ങളുള്ള അഷ്ടാംഗായുർവേദത്തിലെ ഓരോ ബ്രാഞ്ചുകളെയും പുരാതന മേന്മയിലേക്ക് തിരികെ വളർത്തിയെടുക്കുക എന്ന ബൃഹത്തായ സ്വപ്നത്തിന്റെ ഭാഗമാണ് സുദർശനം. കായ, ബാല, ഗ്രഹ, ഊർധ്വാംഗ, ശല്യദംഷ്ട്ര, ജരാചികിത്സകളടങ്ങിയ 8 വിഭാഗങ്ങളിൽ ഊർധ്വാംഗ വിഭാഗത്തിൽ ഉപവിഭാഗമാണ് നേത്ര ചികിത്സ. ശലാകശസ്ത്രം കൊണ്ട് ക്രിയകൾ ചെയ്യുന്ന എന്നർത്ഥത്തിൽ ശാലാക്യതന്ത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 1990-ൽ പ്രശസ്ത നേത്ര ശസ്ത്രക്രിയാ വിദഗ്ധനും പത്മഭൂഷൺ ജേതാവുമായ ചെന്നൈ ശങ്കര നേത്രാലയം സ്ഥാപകൻ ഡോക്ടർ എസ് ബദ്രീനാഥിനോട് അഭ്യർത്ഥിച്ച പ്രകാരം അദ്ദേഹം തിരുവല്ലയിൽ വന്ന് 2 ദിവസം താമസിച്ച് ആയുർവേദ നേത്ര ചികിത്സയുടെ മേന്മയും കുറവുകളും മനസ്സിലാക്കുകയും അതിന് പരിഹാരമായി 26 പേജോളം വരുന്ന ബൃഹത്തായ ഒരു കർമ്മ പദ്ധതി നിർദ്ദേശിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ആയുർവേദ ബിരുദധാരിയായ ഡോക്ടർ ബി.ജി. ഗോകുലിനെ മെഡിക്കൽ റിസർച്ച് ഫൗണ്ടേഷന് കീഴിൽ MS ഫെല്ലോ വിദ്യാർത്ഥികൾക്കൊപ്പം 1 വർഷം പരിശീലിപ്പിക്കുകയും പരിശോധനാ രീതികളും ഗവേഷണ മാതൃകകളും പഠിപ്പിക്കുകയുമുണ്ടായി. സ്വയം വിമർശന ബുദ്ധിയോടെ ആധുനിക നേത്ര ചികിത്സയുടെ അനവധി ന്യൂനതകൾ ചൂണ്ടിക്കാട്ടിയ ഡോക്ടർ ബദ്രീനാഥ് അവയ്ക്കെല്ലാം വലിയ അളവിലുള്ള പരിഹാര മാർഗങ്ങൾ ആയുർവേദത്തിന് സംഭാവന ചെയ്യാൻ കഴിയുമെന്നും തന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയുണ്ടായി. ആധുനിക നേത്ര പരിശോധനാ സങ്കേതങ്ങളിൽ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം 1993-ലാണ് സുദർശനം നേത്ര ചികിത്സാലയം ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിക്കുന്നത്. ആതുര സേവനത്തിന്റെ 30 വർഷങ്ങൾ പിന്നിടുന്ന ഈ വേളയിൽ അനവധി മറ്റു പ്രകാരത്തിൽ ചികിത്സയോ ശസ്ത്രക്രിയയോ സാധ്യമല്ലാത്ത ഞരമ്പ് സംബന്ധമായ കാഴ്ചക്കുറവിനും ഇതര നേത്രരോഗങ്ങൾക്കും ആശാവഹമായ പുരോഗതി നേടിക്കൊടുക്കുവാൻ സുദർശനത്തിന് സാധിച്ചു എന്നത് ഏറെ അഭിമാനകരമാണ്. കുട്ടികളിലെ വർദ്ധിച്ചു വരുന്ന കാഴ്ചവൈകല്യങ്ങൾ, മുതിർന്നവരിലെ ഞരമ്പ് സംബന്ധമായ കാഴ്ച തകരാറുകൾ, അലർജി സംബന്ധമായ അനവധി നേത്രരോഗങ്ങൾ, പ്രതിരോധ സംവിധാനത്തിന്റെ തകരാർ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, യുവാക്കളിൽ ക്രമേണ കാഴ്ച നശിപ്പിക്കുന്ന കെരറ്റോകോണസ് എന്നിവയെല്ലാം ആയുർവേദത്തിൽ ഫലപ്രാപ്തി നൽകുന്ന രോഗങ്ങളായി മാറിയെന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഇത്തരത്തിലുള്ള നൂറുകണക്കിന് രോഗചികിത്സയുടെ ഡേറ്റ പരിശോധിച്ച് ഗവേഷണ ഫലം പ്രസിദ്ധീകരിക്കുവാനായി ഭാരതത്തിലെ തന്നെ മുൻനിര ആയുർവേദ വിദ്യാഭ്യാസ സ്ഥാപനമായ ഗുജറാത്ത് പാരോൾ യൂണിവേഴ്സിറ്റിയുമായി ധാരണയിലെത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കൂടാതെ കേരളത്തിലെ അമൃത വിശ്വവിദ്യാലയത്തിലെ ആയുഷ് ഗവേഷണ വിഭാഗവുമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. സ്വകാര്യ സംരംഭമാണെങ്കിലും അന്തരസാധാരണമായി സുദർശനത്തിൽ തദ്ദേശീയരായ നിർധന രോഗികൾക്ക് പൂർണ്ണ സൗജന്യമായും മറ്റ് നിർധന രോഗികൾക്ക് സൗജന്യ നിരക്കിലുമാണ് ചികിത്സകൾ നൽകി വരുന്നത്. കൂടാതെ ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ തീരുമാനമനുസരിച്ച് കഴിഞ്ഞ 2 വർഷമായി ഭാരതീയ പ്രതിരോധ പോലീസ് സേനാംഗങ്ങൾക്കും ഉറ്റ ബന്ധുക്കൾക്കും സൗജന്യ നിരക്കിൽ ചികിത്സകൾ നൽകി വരുന്നു. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.